UDF അനുകൂലമായൊരു ട്രെൻഡ് നല്ല രീതിയിലുണ്ട്. 100 സീറ്റ് വരെ ഞങ്ങൾ ജയിക്കുമെന്ന് വളരെ നേരത്തെ തന്നെ എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. 4-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞാൽ UDF ഭൂരിപക്ഷം കിട്ടും. ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നടപടികളിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കും. കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ചിത്രം വെച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് എന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ മാത്രമാണ് കാര്യമാക്കേണ്ട എന്നാണ് കൊടിക്കുന്നിൽ ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലാണ് എനിക്കൊപ്പം കോൺഗ്രസ് നേതാവും എംപിയുമായ കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, രാജ്യത്ത് പാചകവാതക വില കൂടുന്നു, ഇന്ധന വില കൂടാൻ സാധ്യത എന്നുള്ളതാണ്. അങ്ങ് ഇതിൽ ഇടപെട്ടിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ഉള്ള നടപടികൾ? അല്ല, 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മളെ ആകെ ഞെട്ടിച്ചുകൊണ്ട് സാധാരണക്കാരെ ആകെ കൊള്ളയടിക്കുന്ന തരത്തിലുള്ള വാണിജ്യ സിലിണ്ടറുകളുടെ വർധനവ്, അത് ഒരു സിലിണ്ടറിന് 993 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ പാവപ്പെട്ടവനെയും അതുപോലെ സാധാരണക്കാരെയും കൊള്ളയടിച്ചിരിക്കുകയാണ്. ഇതിനെതിരായി ശക്തമായ ഒരു ജനവികാരം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാമമാത്രമായ ഒരു വർധനമാണെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും അത് അംഗീകരിക്കുമായിരുന്നു. ഇത് ഒറ്റയടിക്ക് 993 രൂപയൊക്കെ വർദ്ധിപ്പിച്ചാൽ ഇപ്പോൾ തന്നെ ഈ പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചത് മുതൽ നമ്മുടെ രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയത് മൂലം കടകൾ, കമ്പോളങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ ഒക്കെ തന്നെ പ്രവർത്തനം താളം തെറ്റിയിട്ടുണ്ട്. എല്ലായിടത്തും വരുമാനം കുറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ കേന്ദ്രമന്ത്രിയുമായി ഒരു കത്തിടപാട് നടത്തി. അത് ഈ വിലവർദ്ധനവ് പ്രതിഷേധിച്ചുകൊണ്ട് ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഒരു ഇരുട്ടടി പോലെയാണ് സാധാരണക്കാരന് അനുഭവപ്പെടുന്നത്. ചെറുകിട ഇടത്തരം കച്ചവടക്കാർ, ഹോട്ടൽ ഉടമകൾ, അതൊക്കെ തന്നെ ഇത് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വർധനവാണ് വരുത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ധന വില വർധനവ് കൂടി വരും എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിമാന ചാർജുകൾ കൂടുന്നു. അത് ഹജ്ജിന് തീർത്ഥാടകരെ ബാധിക്കുന്ന സ്ഥിതിയുണ്ട്. അതെ, ഹജ്ജ് തീർത്ഥാടകർക്ക് 10,000 രൂപ ഇപ്പോൾ തന്നെ അവരുടെ യാത്രാ ചെലവിൽ വർധന വരുത്തിയിരിക്കുകയാണ്. ഹജ്ജ് തീർത്ഥാടകർ ഹജ്ജിന് പോകുന്നതിന് ഒരു പാക്കേജിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് വിമാന ചാർജും അവിടെ താമസ സൗകര്യങ്ങൾ, ഭക്ഷണം ഉൾപ്പെടെയുള്ളതാണ്. അതനുസരിച്ച് അവർ പൈസ അടച്ച് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം ഇന്ധന വില വർധനവിൻ്റെ പേരിൽ 10,000 രൂപ ഓരോ തീർത്ഥാടകരും കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. അത് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി അത് നൽകിയിരിക്കുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഇന്ധന വില വർധനവിൻ്റെ അടിസ്ഥാനത്തിലാണ് 10,000 രൂപ ഹജ്ജ് തീർത്ഥാടകർക്ക് കൊടുക്കുന്നത്. ഇന്ധന വില വർധനവ് ഉണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് അത് വഹിക്കേണ്ടതാണ്. അല്ലാതെ പാവപ്പെട്ട ഹജ്ജ് തീർത്ഥാടകരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഹജ്ജ് തീർത്ഥാടകർ അവരുടെ പാക്കേജ് അനുസരിച്ചുള്ള എല്ലാ നടപടിക്രമം പൂർത്തിയാക്കിയിരിക്കുമ്പോൾ ഇനി അഡീഷണലായിട്ട് 10,000 രൂപ കൊടുക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് അതിനകത്തുള്ളത്? എന്ത് നീതീകരണമാണ് അതിനകത്തുള്ളത്? അതുകൊണ്ട് അത് പിൻവലിക്കണമെന്ന് ആണ് എനിക്ക് കേന്ദ്ര സർക്കാരിനോടും കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിയോടും അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലൊരു സാഹചര്യം എന്താ? എക്സിറ്റ് പോളൊക്കെ ഫലം UDF അനുകൂലമാണ്. പക്ഷേ UDF പറഞ്ഞതുപോലെ ഒരു ഹ്യൂജ് വിക്ടറി ഉണ്ടാകുമോ എന്നൊരു സംശയം എക്സിറ്റ് പോളുകളിലുണ്ട്. അത് എക്സിറ്റ് പോളുകൾ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് 80 മുതൽ 90 വരെയും വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുകയും UDF അനുകൂലമായൊരു ട്രെൻഡ് നല്ല രീതിയിലുണ്ട്. 100 സീറ്റ് വരെ ഞങ്ങൾ ജയിക്കുമെന്ന് വളരെ നേരത്തെ തന്നെ എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അത് ബൂത്ത് തല കണക്കുകളൊക്കെ പരിശോധിച്ചെടുത്ത് മനസ്സിലാക്കുന്നതാണോ? അല്ല, പാർലമെൻറ്റ് ഇലക്ഷൻ്റെ പശ്ചാത്തലമുണ്ട്. അത് കഴിഞ്ഞ് 5 നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലമുണ്ട്. അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ 80 മുതൽ 90 സീറ്റ് വരെ എന്നുള്ള കണക്കൂട്ടലിലെത്തിയത്. അതിനുശേഷം നല്ല രീതിയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് 100 സീറ്റ് വരെ പോകുന്നുള്ള ഞങ്ങളുടെ കണക്കാണ്. ആ കണക്ക് ശരിയാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാ ഒപ്പീനിയൻ പോളുകളും എക്സിറ്റ് പോളുകളും പറഞ്ഞിരിക്കുന്നത് UDFനാണ് മുൻതൂക്കമെന്ന് പറഞ്ഞിട്ടുണ്ട്. LDFന് ഒരു എക്സിറ്റ് പോളിലും LDF മുന്നിൽ വരുമെന്ന് പറഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ ഞങ്ങൾ UDF ആണ് എഡ്ജ് പറഞ്ഞിരിക്കുന്നത്, UDFനാണ് എക്സിറ്റ് പോളിൽ മുൻതൂക്കം പറഞ്ഞിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ കണക്കുകൾ ശരിയായി വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തർക്കം മുറുകയാണോ? ഒരു തർക്കമില്ല. വോട്ടെണ്ണൽ കഴിയട്ടെ. വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം അങ്ങയോട് കൃത്യമായൊരു ചോദ്യം ചോദിച്ചാൽ, ചിലർ പരസ്യം കൊടുക്കുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി, ചിലർ ഡോക്യുമെൻ്ററി ഇറക്കുന്നു, ഇതൊക്കെ ശരിയായ നടപടിയാണോ? അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നില്ല.
അതൊന്നും അത്തരം ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. നല്ലതാണോ അത്? ഞങ്ങൾ 4-ാം തീയതി വോട്ടെണ്ണൽ കാത്തിരിക്കുകയാണ്. 4-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞാൽ വോട്ടെണ്ണൽ കഴിഞ്ഞാൽ UDF-ന് ഭൂരിപക്ഷം കിട്ടും. ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നടപടിയിലേക്ക് പാർട്ടിയും മുന്നണിയും കടക്കും. പക്ഷേ ഇപ്പം ഇതൊക്കെ പ്രവർത്തകർ ആത്മാഭിമാനം കെടുത്തും എന്നൊരു അഭിപ്രായം ഇല്ല. അതിനൊന്നും ഉത്തരം പറയാൻ കഴിയില്ല. ഇതൊന്നും എന്താണ്, ഈ ചോദ്യങ്ങളൊക്കെ അനവസരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയില്ല. 4-ാം തീയതി വോട്ടെണ്ണൽ നടക്കും. ഭരണം ഉറപ്പിച്ചു, പ്രതിപക്ഷത്ത് അവരാണെന്നുള്ളതും ഉറപ്പിച്ചു. അല്ല, 4-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞാൽ UDF ഭൂരിപക്ഷം കിട്ടും. ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നടപടികളിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കും. വേറെ വിവാദമൊന്നും കൊടുക്കുന്ന സുരേഷ് പറയില്ല അല്ലേ? ഒരു രസകരമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇതിനപ്പുറത്തേക്ക്. ഈ അങ്ങ് ശരിക്ക് മാവേലിക്കര ഭാഗത്തുകൂടി ട്രെയിനുകളൊക്കെ പോകുമ്പോൾ ട്രെയിൻ സ്റ്റോപ്പ് അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അത് ട്രോളുകളൊക്കെ ആയി മാറുന്നുണ്ട്. അത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? അത് കാണുമ്പോൾ സ്റ്റോപ്പ് അനുവദിക്കുന്നല്ല കാര്യമല്ലേ എന്നുള്ള അത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. ഇത്തരത്തിലുള്ള ട്രോളുകളൊക്കെ ആണല്ലോ നമ്മളെ കൂടുതൽ ആക്റ്റീവാക്കുന്നത്. അത് കുഴപ്പമില്ല. അത് ഈ ശരിക്കും പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ചെറിയിടത്തും സ്റ്റോപ്പ് അനുവദിക്കണം എന്നുള്ള അതിനുവേണ്ടിയുള്ള ശ്രമം തുടരാനും അത് ഊർജിതമായ ശ്രമം നടത്തിയിട്ട് തന്നെയാണോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്? കാരണം യാത്രക്കാർക്ക് പ്രയോജനമാണല്ലോ. യാത്രക്കാരുടെ ആവശ്യമാണ്. ഇനിയും ഒരുപാട് ട്രെയിനുകൾക്ക് സ്റ്റോപ്പുകൾ അനുവദിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല കേരളം എന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യയും നമ്മുടെ ആളുകൾ താമസിക്കുന്നതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ സ്റ്റേഷനുകളിലും വണ്ടി നിർത്തേണ്ട സാഹചര്യമുണ്ട്. നിർത്തേണ്ട വണ്ടികൾ നിർത്തണം. അതുപോലെ നിർത്താം. ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങോട്ടൊക്കെ കേരളം വിട്ട് കഴിഞ്ഞാൽ ജനസംഖ്യയും ജനങ്ങൾ താമസിക്കുന്നതും ഒരു ചുറ്റുവട്ടത്തിലാണ്. നമ്മളങ്ങനെയല്ല. അപ്പോൾ എല്ലാ സ്റ്റേഷനിലും വണ്ടി നിർത്തിയാൽ എന്താണ്, ആളുകൾ കയറാനുണ്ടാവും. പക്ഷേ റെയിൽവേയുടെ ഒരു സമീപനം എന്താണ്, ഒരിടത്ത് നിർത്തിയാൽ പിന്നെ ഇപ്പം കോട്ടയം കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്തെ നിർത്താൻ പാടുള്ളൂ എന്നാണ്. പക്ഷേ എറണാകുളത്തിനിടയിൽ ഏറ്റുമാനുണ്ട്, വൈക്കം റോഡുണ്ട്, പിറവം റോഡുണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്. ഇവിടെയൊക്കെ തന്നെ 100 കണക്കിന് യാത്രക്കാരുണ്ട്. അവരൊക്കെ പോയി കോട്ടയത്തോ എവിടെയോ എറണാകുളത്തോ പോയി വണ്ടി കയറുന്നത്. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അവിടെയൊക്കെ വണ്ടികൾ നിർത്തിയാൽ യാത്രക്കാർക്ക് അത് പ്രയോജനം ചെയ്യുള്ളൂ. സ്റ്റോപ്പ് അനുവദിപ്പിക്കാനുള്ള ശ്രമം തുടരും. ഒരു കാര്യം ചോദിച്ചാൽ, ഈ ദളിത് മുഖ്യമന്ത്രി വേണം എന്നൊക്കെ അഭിപ്രായം പലയിടത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടല്ലോ. വരട്ടെ, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം വരുന്നു, അതൊക്കെ വന്നുകൊണ്ടിരിക്കട്ടെ. അതറിയോ, ദളിത് മുഖ്യമന്ത്രി വരണം, പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഒരാൾ വരണം, അങ്ങയുടെ ചിത്രം വെച്ചിട്ടാണ് അതൊക്കെ പ്രചരിക്കുന്നത്. കാണുമ്പോൾ എന്താ തോന്നുന്നു? എന്തെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വരുന്നു, അതിനെല്ലാം മറുപടി പറയാൻ കഴിയുമോ? അങ്ങനെ ഒരു സാധ്യത എന്തെങ്കിലും ഉണ്ടോ കേരളത്തിൽ? അങ്ങ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് KPCC അധ്യക്ഷനായി ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആൾ വരണം എന്ന് ആഗ്രഹമുണ്ടെന്ന്. അങ്ങയുടെ അഭിപ്രായം നിലയ്ക്ക് പല രൂപത്തിൽ വന്നിട്ടുണ്ട്. അത് അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അത് ഈ മാധ്യമങ്ങളിൽ അവരുടെ ചർച്ചയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഞാനങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞില്ല. മാധ്യമങ്ങളാണ് പല ഘട്ടങ്ങളിലും പല സ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ പലരെയും കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മാധ്യമങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്ന അഭിപ്രായമാണ്. അങ്ങേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടോ ഈ ചർച്ചകൾ? അല്ലെങ്കിൽ അങ്ങയുടെ അനുയായികളോ സ്നേഹിതന്മാരൊക്കെ ഇത് എഴുതി കാണുമ്പോൾ ചോദിക്കുകയാണ്? അതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ വളരെ പ്രധാനമാണ്. കാരണം കൊടിക്കുന്നിൽ സുരേഷ് MP ചിത്രം വെച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് എന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ മാത്രമാണ് കാര്യമാക്കേണ്ട എന്നാണ് കൊടിക്കുന്നിൽ ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അതുലിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ ദില്ലി.